കുറച്ച് നാളുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്നപ്പോൾ സമയം കിട്ടിയപ്പോൾ അതങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. അതിന് ആദ്യമേ തന്നെ കുറച്ച് പൊട്ടറ്റോ എല്ലാം പുഴുങ്ങാനിട്ടിട്ട് ചിക്കനും കുറച്ച് മുളക് പൊടി ഉപ്പും മഞ്ഞപ്പൊടി എല്ലാം കൊണ്ടിട്ട് പുഴുങ്ങാൻ വെച്ചു. എന്നിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒനിയൻ എല്ലാം നല്ലതായിട്ടൊന്ന് വഴറ്റാൻ വെച്ചു. അതിനകത്തോട്ട് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇത് വഴലാൻ വരുന്ന സമയം കൊണ്ട് നമ്മുടെ വെന്ത് വന്ന പൊട്ടറ്റോ എല്ലാം നല്ലതായിട്ട് തൊലിയെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പൊട്ടറ്റോ നല്ലതായിട്ട് മാഷ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട്ലറ്റ് ഇടുമ്പം പൊട്ടി അങ്ങ് പോവും. അപ്പോൾ ഇത് ഞാൻ നല്ലതായിട്ട് മാഷ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വഴണ്ട് വന്ന സവോളക്കകത്തിലോട്ട് ഈ ചിക്കൻ്റെ മിക്സും മാഷ് ചെയ്ത പൊട്ടറ്റോയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്തിൽ വേറെ മസാലയൊന്നും ഞങ്ങൾ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ട് ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ആയി കഴിയുമ്പം ഇതങ്ങ് മാറ്റും. എന്നിട്ട് നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ കുറച്ച് റസ്ക് എടുത്തിട്ട് നല്ലതായിട്ട് പൊടിയാക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ബീറ്റ് ചെയ്തപ്പം നമ്മൾ ഇതിനകത്തിൽ ഉപ്പൊന്നും തീരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇത് നല്ലതായിട്ട് ബീറ്റ് ചെയ്തിട്ട് സൈഡിലോട്ടങ്ങ് മാറ്റി. എന്നിട്ട് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കട്ട്ലറ്റിൻ്റെ മിക്സ് റൗണ്ട് ഷേപ്പിലോട്ട് ആക്കിയിട്ട് നമ്മൾ ഓൾറെഡി ബീറ്റ് ചെയ്ത ആ എഗ്ഗിനകത്തിലോട്ട് നല്ലതായിട്ട് ഡിപ്പ് ചെയ്തിട്ട് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ആ പൊടിക്കകത്തിലൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ സൈഡിലും ഈ കോട്ടിങ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിനകത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വന്നപ്പം നമ്മൾ ഓൾറെഡി ആക്കി വെച്ചേക്കുന്ന ആ കട്ട്ലറ്റുകളെല്ലാം എണ്ണയ്ക്കകത്തിലിട്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഓവറായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതങ്ങ് കറുത്തിരിക്കും. അത്രയങ്ങ് ഞങ്ങൾ ആക്കിയിട്ടില്ലായിരുന്നു. നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതങ്ങ് കോരിയിട്ടുണ്ടായിരുന്നു. ഈ വട്ടം ഞങ്ങളിത് ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഉണ്ടാക്കിയിരുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയായിരുന്നു ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് പ്രത്യേകം ഉണ്ടായിരുന്നു. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന വിഭവത്തിൻ്റെ രുചിയേക്കാളപ്പുറം നമ്മൾ അവർക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം കൂടി കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയുടെയൊക്കെ കൂട്ടത്തിൽ ഈ കട്ട്ലറ്റ് കഴിച്ച് നോക്കി. ശരിക്കും നല്ല ചൂടായിരുന്നു, പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം ബായ്.